ഷീജാസ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് പച്ചവെള്ളത്തിൽ വിളക്ക് കൊളുത്തുന്ന കണ്ടിട്ടുണ്ടോ? ഒട്ടും സ്മെല്ലില്ല, പുകയില്ല, ഒന്നുമില്ലാതെ പച്ചവെള്ളത്തിൽ മാത്രം വെച്ച് വിളക്ക് കൊളുത്താൻ പറ്റും. ഈ കറണ്ട് പോകുന്ന സമയത്തൊക്കെ വളരെ ഉപകാരപ്പെടുന്ന വിളക്കാണ്. അതുപോലെ 2 കിടിലൻ ടിപ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ഭരണിക്കകത്തൊക്കെ ഉപ്പിട്ട് വയ്ക്കുമല്ലോ. ഉപ്പിട്ട് വയ്ക്കുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഉപ്പിന്റെ അകത്തോട്ട് ഒരു ഈർപ്പം വരും. ഉപ്പൊക്കെ നനവ് തട്ടും. അങ്ങനെ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചിരട്ടയുടെ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്. ഇതിപ്പോ എന്റെ ഉപ്പ് ഏകദേശം തീരാറായതാണ്. അപ്പൊ ഇതുപോലെ ഒന്ന് താത്തു കൊടുത്തിട്ട് ഉപ്പ് അതിന്റെ മീതെ നമ്മള് പാക്കറ്റിൽ നിന്ന് തട്ടുമ്പോൾ തന്നെ തട്ടി വെക്കുകയാണെങ്കിൽ ആ ഉപ്പിലോട്ട് ഈർപ്പം വരത്തില്ല. ആ ഈർപ്പം എല്ലാം ഈ ചിരട്ട വലിച്ചെടുക്കും. അപ്പോൾ ഇത് തണുപ്പ് സമയത്താണ് കൂടുതൽ ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ ഭരണിക്കകത്തൊക്കെ തട്ടുന്നവരും കുപ്പിക്കകത്ത് തട്ടുന്നവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. നമ്മൾ വെളിച്ചെണ്ണയൊക്കെ വാങ്ങിച്ചു വെക്കുമ്പോൾ വെളിച്ചെണ്ണയൊക്കെ പെട്ടെന്ന് കാറി പോവാറില്ലേ? അപ്പൊ പെട്ടെന്ന് കാറി പോവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സൂത്രമാണ് ഇത് കണ്ട. ഞാൻ കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട്. അപ്പൊ കുറച്ചൊരു 3-4 കുരുമുളക് ഇതേപോലെ ആ വെളിച്ചെണ്ണയ്ക്കകത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വെളിച്ചെണ്ണ പെട്ടെന്ന് കാറിപ്പോകത്തുമില്ല. അതുപോലെ തന്നെ വെളിച്ചെണ്ണയ്ക്ക് നല്ല ഒരു മണവുമായിരിക്കും. നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടാ. കുരുമുളക് ഇതുപോലെ ഇട്ട് നോക്കണേ. അപ്പൊ ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതകത്ത് അങ്ങ് അടിയിലോട്ട് അങ്ങ് താന്നു പോകും. വെളിച്ചെണ്ണ പെട്ടെന്നൊന്നും കാറിപ്പോകത്തില്ല. ായിട്ട് നമ്മൾ കണ്ട ഇവിടെ മഷിയൊക്കെ വാങ്ങിക്കുന്ന കുപ്പി ഉണ്ടല്ലോ. ഇതിപ്പോ എന്റെ ഒരു മഷി കുപ്പിയായിരുന്നേ. ഇത് ഒഴിഞ്ഞതാണ്, കഴുകി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിലോട്ട് ഞാന് സാധാരണ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ പപ്പടം കാച്ചുകയോ എന്തെങ്കിലും വറക്കുകയൊക്കെ ചെയ്ത എണ്ണയായാലും മതി. അപ്പൊ ഞാനിപ്പോ ഇവിടെ പപ്പടം കാച്ചിയതിന്റെ ബാക്കി കുറച്ച് എണ്ണയാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് മതി. അപ്പൊ ഇത് ഒന്ന് മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് ആവശ്യം ഈ കുപ്പിയുടെ ഈ അടപ്പില് ഒരു തിരിയിടുന്ന പരുവത്തിന് ഒരു ഹോൾ ഉണ്ടാക്കി വെക്കണം. അപ്പൊ നിങ്ങൾ ആണിയോ പപ്പടക്കുത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് ഒരു ഹോള് വലുതായി പോവാതെ ശ്രദ്ധിക്കണം. ഒരു ഹോൾ ഇട്ട് എടുക്കാം നമുക്കിത്. അപ്പൊ ഞാനിവിടെ ഒരു ചെറിയ ഹോൾ ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം ഒരു തിരുത്തുണിയാണ്. നമ്മൾ വിളക്ക് കൊളുത്തുന്ന തിരിയായാലും മതി, അല്ലെങ്കിൽ ഒരു തുണി ഇതേപോലെ ഒന്ന് നമ്മൾ വിളക്കിനൊക്കെ തിരുമിയെടുക്കില്ലേ, തിരുത്തുണി ആക്കൂലേ, അതുപോലെ ഒന്ന് ആക്കിയാലും മതി. ഈ ഹോളിന്റെ അകത്തൂടെ ഒന്ന് കയറ്റിയെടുക്കണം. അപ്പൊ ഇതിലോട്ട് ആ എണ്ണയുടെ കുറച്ച് എണ്ണയുടെ ഇതൊന്ന് ഒന്നിങ്ങനെ ഒന്ന് തിരി നനച്ചു കൊടുക്കാനായിട്ട്. കാരണം ഇതിന്റെ മീതെ നമുക്ക് നനവിന് എന്തെങ്കിലും വേണമല്ലോ. ജസ്റ്റ് ഞാനൊന്ന് ഇങ്ങനെ ഒരു ഡ്രോപ്പ് ഇങ്ങനെ ഒന്ന് ഇതാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ വെള്ളത്തിലോട്ട് ഈ വെള്ളവും ഈ കുറച്ച് എണ്ണ ഒഴിച്ചില്ലേ ഇതിലോട്ട് വെച്ചു കൊടുക്കാം. നമ്മൾ സാധാരണ ചിമ്മിനിയൊക്കെ കത്തിക്കുന്ന എങ്ങനെ അതേപോലെ ഒന്ന് അടച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ ചിമ്മിനി റെഡി. ഇനി ഇതിൽ നിങ്ങൾക്ക് ഇത്തിരി കളറൊക്കെ വേണമെങ്കിൽ എന്തെങ്കിലും കളറൊക്കെ ഉണ്ടെങ്കിൽ ഒഴിക്കാം. പിന്നെ ചെറിയതാണ്ട് ഇതേപോലത്തെ ഗോലിയൊക്കെ കിട്ടുമല്ലോ, നമ്മൾ സോഡയൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഗോലി, ഇതൊക്കെ വേണമെങ്കിൽ ഇതിന്റെ ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഇത് എന്റെ കയ്യിലിരിക്കുന്ന ഇത്തിരി വലിപ്പം കൂടിയതായത് ഇത് ഈ കുപ്പിക്കകത്തോട്ട് പോകത്തില്ല. മറ്റേത് ഇതൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഇതിന്റെ അടിയിൽ ചെന്ന് കിടക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ രാത്രി സമയത്തൊക്കെ. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പൊ ഇനി ഞാനിത് കൊളുത്തി കാണിച്ചു തരാം. ഒട്ടും വേണ്ട മണ്ണെണ്ണ, വേണ്ട അധികം എണ്ണ, വേണ്ട ഒന്നും വേണ്ട. പച്ചവെള്ളത്തിൽ തന്നെയാണ് ഇത് കൂടുതലും കത്താൻ പോകുന്നത്. അപ്പൊ കാണിച്ചു തരാം. കണ്ട നമ്മുടെ ചിമ്മിനി സൂപ്പറായിട്ട് കത്തുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. അപ്പൊ എന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലോട്ടൊക്കെ വരും. താങ്ക്സ് ഫോർ വാച്ചിങ്.